ഇതിപ്പോൾ എന്താണെന്നുള്ള തീരുമാനം വന്നിട്ടില്ലല്ലോ. അത് AICC എന്നുള്ള ഒരു തീരുമാനം വന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. എന്താണ് ഇങ്ങനെ ഒരു അവ്യക്തത തിരിച്ചടിയാണോ മൊത്തത്തിൽ? ഇപ്പോൾ മത്സരിക്കാൻ പറഞ്ഞാൽ ഈ അവ്യക്തത എത്ര ദിവസമായി കൊച്ചി സീറ്റിൽ ഇങ്ങനെ? അതൊരു തിരിച്ചടിയാവും ആർക്കാണെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം കൊച്ചി കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്രാവശ്യം UDF തിരിച്ചു പിടിക്കും. അതിനുള്ള സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ഇപ്രാവശ്യം UDFനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആര് സ്ഥാനാർത്ഥി ആയാലും ഇപ്രാവശ്യം സീറ്റ് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല, അത് മറ്റു പല ചർച്ചകളും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഒരു സീറ്റ് മാത്രമല്ലല്ലോ, മറ്റ് പല സീറ്റുകളുടെയും ചർച്ചയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിപ്പോൾ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയല്ലോ. രണ്ടാം ഘട്ട പട്ടിക പുറത്തിറങ്ങട്ടെ. മത്സരിക്കാൻ ആദ്യം പറഞ്ഞിരുന്നോ? മത്സരിക്കാനുള്ള സൂചന പറഞ്ഞിരുന്നോ? അല്ല, അതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ. ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു 23 ദിവസം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഒരു 23 ദിവസം മാത്രമേ ഇലക്ഷൻ പ്രചരണത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സിറ്റിംഗ് MLA മാരൊക്കെ വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ MLA ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു മുന്നൊരുക്കം ഉണ്ടാവണമല്ലോ. പിന്നീട് കൊച്ചിയിലേക്ക് ഉള്ള പോസ്റ്ററാണ് ഇപ്പോൾ കണ്ടത്. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ കൊച്ചി മാത്രം അല്ല, തൃക്കാക്കര സിറ്റിംഗ് MLA മാർ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മിക്കവാറും കൊച്ചിയിലേക്കായിരിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് വെച്ച് നമ്മളൊരു മുന്നൊരുക്കം നടത്തണം. തീരെ സമയം കുറവാണ് പ്രചരണത്തിന്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത്. അത് ഫൈനൽ ഇത് പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഫൈനൽ പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുമല്ലോ. അത് ഫൈനൽ അത് പറഞ്ഞിട്ട് അല്ല, അതിപ്പോൾ ഞാൻ പറയട്ടെ, അതൊരു സിറ്റിംഗ് സീറ്റല്ല. അവിടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവിടെ മറ്റ് വേറെ പേര് ഉള്ള ആളും ഉണ്ടല്ലോ, അവരൊക്കെ തയ്യാറെടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അല്ല, നോമിനേഷൻ ഇപ്പോൾ 23-ാം തീയതി വരെയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. അതിൽ ഒരു ഞായറാഴ്ച വരുന്നുണ്ട്, പിന്നുള്ളത് 2-3 ദിവസമാണ്. അപ്പോൾ നോമിനേഷൻ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ ഒരു കാര്യം. അതിൻ്റെ അകത്ത് നിരവധി ഡീറ്റെയിൽസ് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട IT റിട്ടേൺസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു മുന്നൊരുക്കം വേണം. അതിപ്പോൾ സ്ഥാനാർത്ഥിയായി നമുക്ക് സമയക്കുറവുള്ള ഒരു സമയത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതെല്ലാം നോക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകണമെന്നില്ലല്ലോ. പാർട്ടി പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ വർക്കൊക്കെ റെഡിയാണെങ്കിൽ ഉടനടി പ്രചരണത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം അത് പറയേണ്ടത് AICC ആണ്. അവിടെ ചർച്ച നടക്കുകയാണ്. ഏറ്റവും മുതിർന്ന നേതാക്കളാണ് അവിടെ ചർച്ചയിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു ഇൻഫർമേഷൻ വരാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, നേരത്തെ ഒരു KPCC അധ്യക്ഷൻ തന്നെ ഈ മേയർഷിപ്പിന്റെ കാര്യത്തിൽ അത് നടക്കാതെ പോയപ്പോൾ ഒരു നീതി നടപ്പാകും എന്ന് പറഞ്ഞിരുന്നു എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. ആ നീതി ഇപ്പോഴും നടപ്പാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ദീപ്തി മുന്നോട്ട് പോകുന്നത്? അത് KPCC പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെയാണല്ലോ അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, താങ്കളാണെന്ന് പറഞ്ഞത് ഇങ്ങനെ ആ ഒരു നീതി നടപ്പാകും, ജസ്റ്റിസ് നടപ്പാകും എന്ന് ഒരു ഉറപ്പ് അന്ന് തന്നിട്ടുണ്ടെന്ന്. അതെ, KPCC പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ വെച്ചാണല്ലോ പറഞ്ഞത്, നിങ്ങളോട് മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിരുന്നു. ഇത് ഈ നീതി എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ കാര്യത്തിൽ ആശ്രയിച്ചല്ലല്ലോ ഇരിക്കുന്നത്. പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഇതിപ്പോൾ ഒരു അവസരം, ചിലപ്പോൾ മറ്റു ചില അവസരങ്ങളായിരിക്കാം. അതെങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് നിരവധി സാധ്യതകളുണ്ടല്ലോ. സംഘടനയ്ക്കകത്തും പുറത്തും ജനപ്രതിനിധി ആവാനും അങ്ങനെ പല പല സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേ പാർട്ടി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്നെ വളർത്തിയത്. ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. എന്താണോ തീരുമാനം പ്രസ്ഥാനം എടുക്കുന്നത് അതിനോടൊപ്പമായിരിക്കും ഞാൻ. ഇല്ല, ഒരു ബാധിക്കില്ല. അങ്ങനെ ഒന്നും എന്നോട് ഇത് ഒരു ചോദ്യം വന്നിട്ടില്ല. അങ്ങനെ പാർട്ടി ചോദിക്കുകയാണെങ്കിൽ അപ്പോഴല്ലേ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് നേരത്തെ തന്നെ നേതാക്കൾ ഓഫർ ചെയ്തിരുന്നതാണ്. കാരണം കൊച്ചി മേയറിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു, അവിടെ നിന്ന് അത് ലഭിക്കുന്നില്ല. ആ സമയത്ത് തന്നെ പറഞ്ഞതാണ് നിയമസഭയിലേക്ക് ഒരു സീറ്റ് ഉണ്ടാകും എന്നുള്ളത്. പല ഘട്ടങ്ങളിലും ചേച്ചി തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു അവസാന ഘട്ടത്തിൽ എന്താകുന്നത്?
അല്ല ഇതിപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ എന്ത് തോന്നാനാണ് ഞാൻ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയല്ലോ, മേയറുടെ കാര്യമൊക്കെ കഴിഞ്ഞു പോയി. അതിന് ശേഷമാണല്ലോ KPC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു, നിങ്ങൾ തന്നെ ചോദിച്ചത്. ഇനിയിപ്പോൾ എന്താണെന്നുള്ള പാർട്ടി തീരുമാനിക്കട്ടെ. മത്സരിക്കില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളില്ല. ഇല്ല, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. UDF ജയിക്കും, ജനങ്ങൾ ജയിക്കും, UDF നയിക്കും. അല്ല, ഈ നിരന്തരം നേരിടേണ്ടി വരാൻ നേരത്തെ ഒന്നും തോന്നുന്നില്ല. പ്രഖ്യാപിക്കോ ഇല്ലേ നോക്കട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ ഒരു അവഗണനയൊന്നുമില്ല. KPC ജനറൽ സെക്രട്ടറി, AICC അംഗം, ഇപ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗമാണ്. അങ്ങനെ എത്രയോ പോസ്റ്റുകൾ പാർട്ടി തന്നിരിക്കുന്നു. ഈ പാർട്ടിയാണ് എൻ്റെ ശക്തി, അതിനപ്പുറം ഒന്നുമില്ല. അല്ല, പോസ്റ്റർ ഇപ്പം അടിക്കാതിരിക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ 23-ാം തീയതി നോമിനേഷൻ കൊടുക്കുന്നു, ഒരാഴ്ച 1.5 ആഴ്ച വർക്ക് ചെയ്യാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് മുൻകൂട്ടി കണ്ട് വരികയാണെങ്കിൽ വേണമല്ലോ. അത് നമ്മൾ അതായത് തീർച്ചയായിട്ടും മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു പോസിറ്റീവ് ഇത് വന്നതുകൊണ്ടാണ് അത് ചെയ്തതും. പക്ഷേ അതല്ല, മറിച്ചൊരു തീരുമാനം പാർട്ടിക്ക് എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിനനുസരിച്ച് നിൽക്കും. അതെ, അത്രയേ ഉള്ളൂ. സാധ്യതാ പട്ടികയിലുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് മുന്നൊരുക്കം ചെയ്തത്. ആ മുന്നൊരുക്ം ചെയ്തു എന്നുള്ളത് കൊണ്ട്, അതിന് പോസ്റ്ററിനൊരു ഡിസൈൻ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതിനർത്ഥം ഞാൻ ആ മത്സരം മറ്റൊരു രീതിയിലേക്ക് പോകുമെന്നല്ലല്ലോ. ഞാൻ UDFന്റെ ചിഹ്നം അടിച്ച് ആണ് പോസ്റ്ററിൻ്റെ ഡിസൈൻ കൊടുത്തത്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇല്ല എങ്കിൽ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു പാർട്ടി. അപ്പോൾ ഇനി എങ്ങനെ അത് ഒരു നെഗറ്റീവായി പോയോ? അത് നെഗറ്റീവായോന്ന് അറിയില്ല. അത് നെഗറ്റീവായോന്ന് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താണെന്നുള്ള തീരുമാനം വരണമല്ലോ. അവർ മീറ്റിംഗ് കഴിയട്ടെ, പറയാം. ഓക്കെ, താങ്ക് യു.